കാര്യം സ്ത്രീ വിരുദ്ധമോ സ്ത്രീ വിരോധമോ അല്ല ഇതിന്റെ ആശയം. ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ടൊരു ഹോട്ടലിലോ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കണം, ആ സ്ത്രീ ഏറ്റെടുക്കണം. അല്ലാതെ പുരുഷന്മാരെ എല്ലാ കുറ്റം പറയേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക, ആ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കുക. രണ്ടുപേരും തുല്യ കുറ്റക്കാരല്ലേ. പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച്, നമ്മുടെ ഭർത്താവാണ് നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടേണ്ട ആൾക്കാരല്ല. കേരളത്തിൽ വരുന്ന വിദേശ വനിതകളെ ആദ്യം കേരള സാരി എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുക. എന്താ ചെയ്യാത്ത എന്താ? ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ. നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്ത് എല്ലാവരും പോയിട്ടുണ്ടാവും ഇല്ലേ? പോയിട്ടില്ലേ? അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് അല്ലേ? ഒരു തുണി അതിനിടാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരു എന്തെങ്കിലും ഒരു ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതൊരു സ്ത്രീയല്ലേ? പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും. ആരും എന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല, പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ആലോചിച്ചോട്ടെ, ഒരു ഹൈക്കോടതി ജഡ്ജി അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു അവനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും പുള്ളിയെ വിമർശിച്ചുണ്ടോ? പോലീസ് തെണ്ടിയെന്നോ ഹണി റോസിന് തിരിച്ചടിയെന്നോ ഏതെങ്കിലും ഒരു മാധ്യമം കൊടുത്തു? സ്ത്രീകൾക്ക് പരിചയ കൊടുക്കണം, പുരുഷ കമ്മീഷൻ വേണം. ഇതായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ആവശ്യം. അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശരിക്കും വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ തന്നെ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചതും ഈ അടുത്താണ്. പ്രത്യേകിച്ച് ഹണി റോസ് ബോച്ചെ വിഷയം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമുണ്ടായ ആ ഒരു വേളയിലായിരുന്നു രാഹുൽ ഈശ്വർ ബോച്ചെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വന്നതും ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് എതിർത്തതും. അതിന് പിന്നാലെയാണല്ലോ ഹണി റോസ് ഈ ഒരു രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തതും. അങ്ങനെയാണ് രാഹുൽ ഈശ്വറിന് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു ഘട്ടം അത് വളരെ അത്യാവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. ശരിക്കും സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഇത് രൂപപ്പെട്ടതും. പ്രത്യേകിച്ചും ഇത് എല്ലാ പുരുഷന്മാർക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. ഞാനൊരു സ്ത്രീ ആയിട്ടും ഞാനും ഈ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നുള്ള ഒരു നിലപാടിലാണ് വന്നിരിക്കുന്നത്. കാരണം അത്രയും അത്യാവശ്യമാണ്. നമ്മുടെ വീട്ടിലെ ആണുങ്ങൾക്ക് നാളെ ഇതുപോലെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്കും എവിടെ പോകാനാണ് പറ്റുന്നത് അല്ലെ? സ്ത്രീകൾ ഒരു പരാതി കൊടുത്താൽ സ്ത്രീകൾക്ക് താങ്ങാൻ ഒരുപാട് പേരുണ്ട്, പിന്തുണയ്ക്കാനും ഒരുപാട് പേരുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് ഇതുപോലെ ഒരു അവസ്ഥ വന്നാൽ അവരെ പിന്തുണയ്ക്കാൻ, അതായത് അവർ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അതാണ് പറയുന്നത് കേട്ടോ, തെറ്റ് ചെയ്തവരെ നമുക്ക് പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഒരു പുരുഷൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെയൊക്കെ പിന്തുണയ്ക്കാൻ ആരുണ്ട്? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പുരുഷ കമ്മീഷൻ വളരെ അത്യാവശ്യമാണ്. എന്തായാലും രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ 2025 എന്നാണ് ഇതിന്റെ പേര്. ആ സ്വകാര്യ ബില്ല് പൂർത്തിയായി സ്പീക്കറുടെ അനുമതിക്ക് MLA ശ്രീ എൽദോസ് സമർപ്പിച്ചിട്ടുണ്ട്. സ്പീക്കറുടെയും നിയമവകുപ്പിന്റെയും അനുമതി വരും ദിവസങ്ങളിൽ ലഭിക്കും. ജനുവരി 30 മുതൽ കേരളത്തിലുടനീളം AKMA പോലുള്ള ഒരുപാട് പുരുഷന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടായ്മകളുമായി പ്രമുഖ സംഘടനകളുമായി സഹകരിച്ച് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ഒരു പുരുഷൻ അങ്ങനെ വ്യാജ പരാതി വരുമ്പോൾ ഞങ്ങൾ തളർന്നു പോവുകയും ചെയ്യുക. എനിക്കെതിരെ അങ്ങനെ വന്നപ്പോൾ എന്റെ മുത്തശ്ശിയും എന്റെ അമ്മയും എന്റെ വൈഫുമാണ് സപ്പോർട്ട് ചെയ്തത്. അതേപോലെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അഭിപ്രായ വൈവിധ്യമുള്ളവരുണ്ട്. അവരെല്ലാം ഈ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യുന്നത് അതൊരു ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ്. ലെജിറ്റിമേറ്റ് ഡിമാൻഡാണ്. ഇപ്പം എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കമന്റ് രാഹുൽ പറയുന്ന 99% കാര്യങ്ങളോട് വിയോജിപ്പാണ്, ഈ കാര്യത്തോട് യോജിപ്പാണെന്നുള്ള ആ 1% ജനാധിപത്യം നിലനിൽക്കുന്നത്. അതായത് ഞാൻ പറയുന്ന ബാക്കി സാമൂഹികമോ സാമുദായികമോ ബാക്കി കാര്യങ്ങളോ നിലപാടുകളോ ഒക്കെ വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ട്. അതിനെല്ലാം ബഹുമാനിക്കുന്നു. പക്ഷേ അവരെല്ലാം ഈ ഒരു പോയിന്റിൽ അംഗീകരിക്കുന്നുണ്ട്, പുരുഷ കമ്മീഷൻ ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? കാര്യം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ, നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയായിരുന്നു, പബ്ലിക്കലി ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് അനുഭവിക്കാത്ത ഒരു സ്ത്രീയെങ്കിലും നമുക്കെല്ലാം അറിയായിരിക്കും കഴിഞ്ഞ നൂറ്റാണ്ട്. ഇന്ന് അതേപോലെ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു വ്യാജ കേസിൽപ്പെട്ട പുരുഷനെയെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാര്യം അത്രമാത്രം വ്യാപകമായിരുന്നു. നമ്മുടെ തന്നെ സുഹൃത്ത് വലയത്തിലോ ബന്ധുവലയത്തിലോ ഒക്കെ നോക്കിയാൽ ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ നിയമങ്ങളിൽപ്പെട്ട് വ്യാജ പരാതികൾ അനുഭവിക്കാത്ത ഒരു പുരുഷനെ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ അനുഭവിച്ച ഒരു പുരുഷനെങ്കിലും നിങ്ങൾക്ക് അറിയാതിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും. നമ്മുടെ രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ പുരുഷന്മാർക്ക് ഇന്നും വ്യാജ കേസുകളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന ആശയം കൊണ്ടാണ് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത്. മഹാത്മാഗാന്ധി അല്ലേ ഉയർത്തിപ്പിടിക്കുന്നത്? പോസിറ്റീവ് അല്ല. പുരുഷന്മാരെ കുറിച്ച് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഇല്ല. കാര്യം പുരുഷപീഡനം ആ കാലത്ത് ഇല്ലായിരുന്നു. ആ കാലത്ത് പുരുഷപീഡനം ഇല്ല. അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റാണ്. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ കേസുകളില്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ പോക്സോ ഇല്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ റേപ്പ് കേസുകളില്ലായിരുന്നു. പക്ഷേ ഈ കാലത്തില്ലേ, ഈ കാലത്തുണ്ടേണ്ട തെളിവല്ലേ നിവിൻ പോളി? ഇത് തെളിവുണ്ടോ ചോദിക്കാൻ വേറെ എവിടെ പോകണ്ടല്ലോ. നേരത്തെ പ്രിയങ്ക മാഡം വളരെ മനോഹരമായി പറഞ്ഞ, ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്ക് ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം. ഒരു പ്രമുഖ സംവിധായകനും അഭിനേതാവും വേറൊരു പ്രമുഖ അഭിനേത്രി. ഈ വ്യക്തിക്ക് ഇവരെ തമ്മിൽ ഇഷ്ടമായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി കൊണ്ട് വ്യാജ റേപ്പ് കേസ് കൊടുത്തു. പീരീഡിന്റെ ദിവസം എന്റെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ കഥയുണ്ടായി. മഹാത്മാഗാന്ധിയുടെ കാലത്ത് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ യൂട്യൂബ് ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് പറയും, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു ഹുക്ക് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുമ്മും പഞ്ച് ഡയലോഗും വേണമെന്ന് സാധാരണക്കാർ പറയും. സാധാരണക്കാരങ്ങനെ ഗുമ്മും ഹുക്കും ഒന്നും ഇട്ടാൽ കുഴപ്പമില്ല. ഐജിയും ജഡ്ജിയും ഒക്കെ ഇട്ട് തുടങ്ങിയ നാട്ടിന്റെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് പഴയ ഹൈക്കോടതിയിലെ ജഡ്ജി ആ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ബഹുമാനത്തോടെ വിമർശനമായി ചോദിച്ചോട്ടെ, ഒരു ഹൈക്കോടതി ജഡ്ജി അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു അവനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും പുള്ളിയെ വിമർശിച്ചുണ്ടോ? ഞങ്ങൾ വിമർശിച്ചു. വേറെ
അതായത് ഒരാൾ മരിക്കുകയാണ്, 11 ദിവസം വെള്ളം കുടിക്കാൻ കിട്ടാതെ ഷാരൺ എന്ന് പറയുന്ന വ്യക്തി മരിക്കുകയാണ്. എന്നിട്ട് ഹൈക്കോടതി പേര് പറയാം, എന്തിനാ പേര് പറഞ്ഞത്? കമാൽ പാഷ സാറിനെ പോലെ നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തി ഈ 11 ദിവസം വെള്ളം കുടിക്കാതെ കിടന്ന് മരിച്ച ആ വ്യക്തിയോട് ഗ്രീഷ്മ ഒരു കോർണറിലെത്തിയപ്പോൾ ചെയ്തു പോയതാണ്. അവസാനം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ഞാൻ നാളെ തിരിച്ച് ഷാരോൺ ഗ്രീഷ്മയാണ് കൊന്നിരുന്നെങ്കിൽ രാഹുൽ ഈശ്വറോ ആരെങ്കിലും ഇവിടെ വന്നിരുന്നത് അന്തസ്സോടെ അവസാനം ഷാരൻ ഗ്രീഷ്മയ്ക്ക് കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യൂലേ? തിരിച്ച് അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, തെറ്റാണെന്ന് പറഞ്ഞൂടെ? തെറ്റാണെന്ന് പറയാനുള്ള ഒരു മര്യാദ കാണിക്കണ്ടേ? നമ്മുടെ എന്താ വനിതാ കമ്മീഷൻ തെറ്റാന്ന് പറയാത്തെ? എന്താ പുരുഷ നമ്മുടെ യുവജന കമ്മീഷൻ? ഷാരോൺ യുവജനമാണല്ലോ, 21 വയസ്സല്ലേ ഉള്ളൂ, യുവജനത്തിന്റെ പരിധി വരുന്ന ആളല്ലേ. കമാൽ പാഷ സാർ ജഡ്ജിയാണ്, അദ്ദേഹം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തത് അല്ലെങ്കിൽ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ്, വിഷം കൊടുത്ത് കൊന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് ഒരാൾ പറയുന്നത് കേട്ടോ. ഒരാൾ, രണ്ടുപേര് വേണ്ട, ഒരാൾ പറയുന്നത് കേട്ടോ. അതെന്താ? അപ്പൊ അവിടെയാണ് ഈ ഇരട്ടത്താപ്പുണ്ട്, അത് ലോപ്പ് സൈഡഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് സ്ത്രീപക്ഷ നിയമങ്ങൾ വളരെ ആവശ്യമാണ്. അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു ബാലൻസിംഗ് ഗ്രൗണ്ട് ഇത്ര മാത്രമേ പറയുന്നു. ഈ ബാലൻസിംഗ് ഗ്രൗണ്ട് ആണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. നേരത്തെ ശ്രീ അജിത് കുമാർ ജി പറഞ്ഞ എന്നെ ഒരു വിമർശനവും കൂടി ഞാൻ സ്വീകരിക്കുന്നു. കാര്യം പലപ്പോഴും ഞങ്ങൾ ഈ പുരുഷ കമ്മീഷൻ പറയും പോകും, ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് പോകാറില്ല. പക്ഷേ ജനുവരി 11 എനിക്ക് ശരിക്കും അതിന്റെ ആവശ്യം ബോധ്യമായിരുന്നു. മകന്റെ ബർത്ത്ഡേ ആയിരുന്നു. മകന്റെ ബർത്ത്ഡേ ആയപ്പോഴാണ് മാധ്യമങ്ങളിൽ ഹണി റോസിന്റെ പരാതിയും അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ പ്രധാനമായിട്ട് ഉയർന്നു വന്നത്. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് പേടിയായി. വനിതാ കമ്മീഷൻ പറയുന്നു, യുവജന കമ്മീഷൻ പറയുന്നു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണം, കേസ് എടുക്കണം, DGPക്ക് റിപ്പോർട്ട് കൊടുക്കും. വനിതാ കമ്മീഷൻ പറയുന്നു എനിക്കെതിരെ കേസ് ഉണ്ടാണ്, അറസ്റ്റ് ചെയ്യണം. ഞാൻ ശരിക്കും അപ്പോഴാണ് ജീവിതാനുഭവങ്ങളിലൂടെ ഓർത്തത് ഞാൻ എവിടെ പോകും. മോന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നുകൊണ്ട് ഞാൻ ഉടനെ പെട്ടെന്ന് ഹൈക്കോടതി വിളിച്ചു. ദൈവസായ ഹൈക്കോടതി വൈകിട്ട് 5 മണിക്കോ അവസാനം ആണ് നമ്മൾ ഫയൽ ചെയ്തത്. കാര്യം എന്റെ മകന്റെ ഫ്രണ്ട് വെച്ച് അങ്ങനെ അറസ്റ്റ് ചെയ്തത്. കാര്യം എങ്ങനെ വാർത്ത വരുമെന്ന് അറിയാമോ? ലൈംഗിക അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് കാര്യമായിട്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും. എന്റെ തന്നെ പരിചയക്കാരായ സുഹൃത്തുക്കളായ മാധ്യമങ്ങൾ വൈകിട്ട് ചർച്ച ചെയ്യും രാഹുൽ ഈശ്വർ വെർബൽ റേപ്പ് നടത്തിയെന്ന്. ഒരു മടിയില്ലാതെ ചെയ്യും. അപ്പോൾ അവസാനം വെർബൽ റേപ്പിസ്റ്റ് ആകും. നേരെ തിരിച്ച് ഹണി റോസിന്റെ പരാതി ഇന്നലെ തള്ളി ഹൈക്കോടതി എനിക്ക് അനുകൂലമായ വിധി തന്നു. ഹൈക്കോടതിയുടെ വാക്കുകളാണ്, ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളാണ്. യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് ചാമ്പ്യൻ അതേഴ്സ് കോസ് ടു. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്ത കൃത്യം വാർത്തയാണ്. നമ്മുടെ ഒരു മാധ്യമങ്ങളും അങ്ങനെ ഒരു വാർത്ത പോലും ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലീഗൽ സെല്ല് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും എനിക്ക് അനുകൂലമായ വാർത്ത കൊടുത്തു? ഹണി റോസിന്റെ കേസിൽ ഹണി റോസിന് തിരിച്ചടിയെന്ന് ഒരാളെങ്കിലും വാർത്ത കൊടുത്തു? അതെന്തുകൊണ്ടാണ്? അത്രമാത്രം ലോപ്പ് സൈഡാണ്. അതായത് കഴിഞ്ഞ ആഴ്ച എന്നെ അറസ്റ്റ് ചെയ്തെന്ന് ഞാൻ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്കെതിരെ എന്തായാലും FIR ഇട്ടിട്ടില്ല, അതുകൊണ്ട് നോട്ട് അറസ്റ്റ് തരുന്നില്ല. എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു രാഹുൽ ഈശ്വറിന് തിരിച്ചടി, അറസ്റ്റ് തടഞ്ഞില്ല എന്നൊക്കെ. കോടതി പറഞ്ഞത് FIR ഇട്ടിട്ടില്ല, അതുകൊണ്ട് നോട്ട് അറസ്റ്റ് തരുന്നില്ലെന്നാണ്. രാഹുൽ ഈശ്വർ നേരെ തിരിച്ച് ഹണി റോസിന്റെ പരാതിയിൽ കഴമ്പില്ലെന്നല്ലേ പോലീസ് കണ്ടെത്തിയത്. ഹണി റോസിന്റെ പരാതിയിൽ മെറിറ്റ് ഇല്ല എന്ന് പോലീസ് കണ്ടെത്തി. ഹണി റോസിന്റെ പരാതി തെറ്റാണെന്ന് കൊടുക്കണ്ട. ഹണി റോസിന്റെ പരാതി പോലീസ് തെളിയുന്നോ ഹണി റോസിന് തിരിച്ചടിയുന്നോ ഏതെങ്കിലും ഒരു മാധ്യമം കൊടുത്തു? പുരുഷനെ വേട്ടയാടാനാകരുത്, സ്ത്രീകൾക്ക് ഒരു പരിചയം തന്നെ വേണം, സംശയമൊന്നുമില്ല. നൂറ്റാണ്ടുകളുടെ പ്രശ്നങ്ങളുണ്ടില്ലെന്ന് പറയുന്നില്ല. സ്ത്രീകൾക്ക് പരിചയം കൊടുക്കണം, വാളുകളാകരുത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും നല്ലതാണ്. എന്നാൽ പുരുഷനെ വേട്ടയാടരുത്. കാര്യം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നാളെ ഈ വാള് തിരിച്ചു കടിക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ചുറ്റുമിറങ്ങിയാൽ നാട്ടുകാരിൽ കേൾക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. ഞാൻ അവരോട് എല്ലാം പറയും, പുരുഷ കമ്മീഷൻ വല്ലതും വന്നാൽ നിങ്ങൾക്ക് പോയി പറഞ്ഞ ഗുണമുണ്ട്. എന്നോട് പറഞ്ഞിട്ട് എന്തായാലും കുറച്ച് നേരം കേട്ടുകൊടുക്കുക. ശരിക്കും രാഹുൽ ഈശ്വറിയുടെ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണല്ലേ? കഷായം ഗ്രീഷ്മയുടെ കാര്യത്തിൽ ജഡ്ജി മുൻ ഹൈക്കോടതി ജസ്റ്റിസായ കമാൽ പാഷയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടുമിക്ക ആളുകൾ എതിർത്തതാണല്ലേ? അദ്ദേഹം ഈ ഒരു ഗ്രീഷ്മയ്ക്ക് സപ്പോർട്ട് ചെയ്തത്, ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കൊടുത്തത് കൂടിപ്പോയി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്കെതിരെ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ വിരൽ ചൂണ്ടിയില്ല? അല്ലെങ്കിൽ അത് പറഞ്ഞത് തെറ്റാണെന്ന് എന്തുകൊണ്ട് അവിടെ പറഞ്ഞില്ല? അതുപോലെ തന്നെയാണ് ഇവിടെ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലും. ഇവിടെ ഹണി റോസ് വിഷയത്തിൽ വന്നപ്പോൾ ഹണി റോസിനാണ് മാധ്യമങ്ങൾ മുൻതൂക്കം കൊടുത്തിരുന്നത്. പ്രത്യേകിച്ചും ഇവിടെ രാഹുൽ ഈശ്വർ ഒരു തെറ്റ് ചെയ്തിട്ടില്ലാത്ത ആ ഒരു സമയത്ത്. കാരണം രാഹുൽ ഈശ്വർ ഒരിക്കലും ഹണി റോസിന് എതിരെ പ്രവർത്തിച്ചിട്ടില്ല. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഉപദേശിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ വിമർശിക്കുകയാണ് ചെയ്തത്. ഈ ഹണി റോസിനെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അല്ലെ? അത് തന്നെയാണ് രാഹുൽ ഈശ്വർ ചെയ്തത്. രാഹുൽ ഈശ്വർ ഇപ്പം ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് എതിർത്തു എന്നെങ്കിൽ അത് നമ്മുടെ കേരളത്തിലെ 99% ആളുകളും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു. അതിനെതിരെ തന്നെയായിരുന്നു രാഹുൽ ഈശ്വരൻ പ്രതികരിച്ചത്. ആ രാഹുൽ ഈശ്വറിനെ എതിരെയാണ് ഹണി റോസ് പരാതി കൊടുത്തത്. പക്ഷെ പിന്നീട് ആ ഒരു പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടപ്പോൾ പോലീസ് പോലും അതിൽ FIR രേഖപ്പെടുത്തിയിരുന്നില്ല. ഹണി റോസിന്റെ ആ പരാതി അങ്ങനെ അവിടെ തള്ളിപ്പോവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇദ്ദേഹം പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഘോരഘോരമായിട്ട് ഇങ്ങനെ പ്രയത്നിക്കുന്നത്. എന്തായാലും ഒട്ടുമിക്ക ആളുകളും രാഹുൽ ഈശ്വറിനോടൊപ്പം തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു സ്ത്രീകളുടെ പ്രതിനിധികളുടെ എന്ന പേരില് സിനിമ സീരിയൽ ആർട്ടിസ്റ്റായ പ്രിയങ്കയും ഇവരോടൊപ്പം ചേരുന്നുണ്ട്. പ്രിയങ്കയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരും പ്രസ് മീറ്റിൽ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. പ്രിയങ്ക പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ നിലപാടെടുക്കുന്നത് കുറെ താമസിച്ചു പോയി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സ്ത്രീകളെക്കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല.
പക്ഷേ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ഓരോ കാര്യങ്ങളും അങ്ങനെ ഏൽപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മെൻസ് അസോസിയേഷൻ കമ്മീഷൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വരണം, ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈ സ്ത്രീകൾ മാത്രം എന്താണ് ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ ചില പോയിന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങൾ ഇതുവരെയായിട്ടും ആർക്കും അതൊന്ന് എന്താ പറയുക അതിനൊരു നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് ശക്തമായിട്ട് വരണം. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ ഒരു ചെറിയൊരു കാര്യം, ഒരു നിസ്സാര കാര്യം ഞാൻ അതിനകത്ത് ശ്രദ്ധപ്പെടുത്താം. ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു ലേഡി ഒരു റൂമിൽ കയറി വന്നാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് എന്തോ അതുവരെ 6 മാസത്തോളം നിങ്ങൾ പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു വേദന അതെന്താന്നുള്ളത് ഞാനൊരു സ്ത്രീയാണ്, ഞാൻ അമ്മയാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ ആ പുരുഷന്മാരുടെ ഭാര്യ അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾ തന്നെയല്ലേ. അവർ ഇത് അനുഭവിക്കുന്നത് 6 മാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും? ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ട് ഒരു ഹോട്ടലിലെ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കണം. ആ സ്ത്രീ ഏറ്റെടുക്കണം, അല്ലാതെ പുരുഷന്മാരെ എല്ലാം കുറ്റം പറയേണ്ടത്. അവരിതെങ്ങനെ അപ്പം തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക, ആ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കുക. രണ്ടുപേരും തുല്യ കുറ്റക്കാരല്ലേ? ഇപ്പോൾ ഒരു കൊല്ലത്തോളം കൂടെ പോയ ഒരു സ്ത്രീയെ എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല? ഇപ്പം തന്നെ എന്തോ ഒരു കേസ് കഴിഞ്ഞു, ലേഡി പുറത്തിറങ്ങി അവർക്ക് കുറ്റം ചെയ്ത അവർ ജയിലിലൊക്കെ നല്ല രീതിയിൽ നടന്നത്. ഇവർക്ക് നേരത്തെ നല്ല രീതിയിൽ ചെയ്താൽ ഈ കുറ്റം ചെയ്യുമോ? അപ്പോൾ അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. അവർ അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ജിഷ്ണു ആ കേസിലും അവരെ ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ തീർക്കാൻ പറ്റും? മനസാന്തരം വരുമോ? ഇല്ല. സ്ത്രീകളാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അത് ആ സ്പോട്ടിൽ കൊടുക്കണം. ഒരുപാട് ഞാൻ 20 വർഷം ഒരു കേസ് നിർത്തി ജയിച്ച ആളാണ് ഞാൻ. 20 വർഷം ഈ 20 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ആ 20 വർഷം എൻ്റെ നല്ല സമയം ഞാൻ എത്ര ബുദ്ധിമുട്ടിട്ടുണ്ട്, എത്ര സഹിച്ചിട്ടുണ്ട്, എൻ്റെ ഫാമിലി സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 20 വർഷത്തോളം കൊണ്ടുപോകാതെ നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് നിങ്ങൾ പുരുഷന്മാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. ഞാൻ എന്നും പറയും, എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ്, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നെക്കാൾ കുറച്ച് മുകളിൽ സ്ഥാനം എന്നും കൊടുത്തിട്ടുള്ളൂ. ഈ ജീവിതാവസാനം വരെ ഞാൻ കൊടുക്കുകയുള്ളൂ. കാരണം എന്തിനാണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്ത് വിഷയം എടുത്ത് നോക്കിക്കോളൂ. ഒരു മാധ്യമം എന്ന് പറയുന്ന അവരുടെ കർമ്മമാണ് ചെയ്യുന്നത്. മാധ്യമത്തിന് എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ റീച്ച് എത്തിക്കുന്ന മാധ്യമങ്ങളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാരണം അവർ വഴിയാണ് ഞങ്ങളെ ആണെങ്കിലും ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് റീച്ച് എത്തിക്കുന്നത്. അത് നിങ്ങളുടെ എന്താ പറയുക കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മുന്നോട്ട് വരുന്നത്. അതിനെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്ക് വേറെ പണിയില്ലേ, മാധ്യമങ്ങൾക്ക് ഇതാണ്. മാധ്യമങ്ങളുടെ പണി ചെയ്യാൻ വേണം, ജനങ്ങൾ അറിയണതല്ല. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, സ്ത്രീകൾക്ക് മാത്രം ഒരു സംഘടനയല്ല, തുല്യശക്തിയായ പുരുഷന്മാർക്ക് ഇതുപോലൊരു സംഘടന വന്ന് നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഉള്ളത് തന്നെയാണ്, പത്രക്കാരായാലും ആരാണെങ്കിലും, ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എന്തെങ്കിലും തെറ്റ് ചെയ്ത് തുല്യമായിട്ട് തന്നെ അവരെ പുറത്ത് കാണിക്കണം. ഒരിക്കലും മറച്ചു വെക്കരുത്. കുറ്റം ചെയ്തിട്ട് സ്ത്രീകളായാലും ഒരുപോലെ തിരിച്ചു കൊടുക്കണം. പുരുഷന്മാരെ മാത്രം അങ്ങ് മാറ്റി വെക്കുക, സ്ത്രീകളെ മാത്രം അങ്ങനെ ചെയ്യുക, അവർ ജയിലിൽ നല്ലപോലെ ചെയ്തു അങ്ങനെ ചെയ്തു, ഇതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞു വലിയ വൈറലായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയും, പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച് നമ്മുടെ ഭർത്താവാണ് നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടേണ്ട ആൾക്കാരല്ല. പുരുഷന്മാരെന്നുള്ള സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു മദ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതൊന്നും വലിയ തെറ്റായ കാര്യമൊന്നുമില്ല. പുറത്ത് എന്തെല്ലാം കാര്യങ്ങളോട് നടക്കുന്നുണ്ട്. വസ്ത്രധാരത്തെക്കുറിച്ച് കുറേ പേരോട് ചോദിച്ചു. സ്ത്രീകൾ, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ ഇടുന്ന ഡ്രസ്സ് എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ, ഇഷ്ടമില്ലാത്തൊരു പലതും പറയും. നമ്മൾ എല്ലാത്തിനും പുറകെ നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? സിനിമയിൽ കാണുന്നത് മുഴുവൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് എന്താ? നല്ലത് പകർത്തിയാൽ പോലെ എന്തിനും ചീത്ത മാത്രം പകർത്തുന്നത് സിനിമയെ കുറ്റം പറയേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ചെയ്യുന്നതിൽ അതുപോലെയാണ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു കാര്യം ചെയ്യാം. നമുക്ക് വസ്ത്രധാരണം തെറ്റായ രീതിയിലാണ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? കേരളത്തിൽ വരുന്ന വിദേശ വനിതകൾ ആദ്യം കേരള സാരി എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുക. എന്താ ചെയ്യാത്ത? എന്താ ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട്? അതിനാർക്കും ഒന്നും പറയാനില്ലേ? അത് ശരിയാണോ? അങ്ങനെയാണ് ആദ്യം അതൊക്കെയല്ലേ നിർത്തേണ്ടത്. ഒരു കേരള സാരി പിടിപ്പിച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരള സാരി പിടിപ്പിച്ചിട്ട് ഇറങ്ങണമെന്നേ, എന്താ പറ്റാത്തത്? അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ രാഹുലിനെ പോലെ ഒന്നും ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് പരിചയമൊന്നുള്ള ആളൊന്നുമല്ല. ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം. നമ്മളെ തിരുവനന്തപുരം പറഞ്ഞ തലസ്ഥാനമല്ലേ? തിരുവനന്തപുരത്തുകാരനാണ്. നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്ത് എല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ? പോയിട്ടില്ലേ? അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് അല്ലേ? ഒരു തുണി അതിനിടാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരു എന്തെങ്കിലും ഒരു ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? നിങ്ങൾ എല്ലാവരും പോയി കാണുന്നില്ലേ? അതൊരു സ്ത്രീയല്ലേ? അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നടക്കുന്നുണ്ട്. ഞാൻ പറയും ഇതൊന്നുമല്ല കാര്യം. ഇപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഡിസിഷൻ, അതായത് പുരുഷന്മാർക്കുള്ള ഈ ഒരു സംഘടന, എന്തായാലും ഇതിന് ശക്തമായി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൻ്റെ ഒപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും. ഞാനിനി എന്ത് ചെയ്താലും വേണ്ടില്ല, പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനി രാവിലെ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ മുന്നോട്ട് വരും. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യമാണത്. അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരും കേട്ടോ, ഞാൻ വരാതിരിക്കില്ല. കാരണം എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ പുരുഷന്മാരെ ഒരിക്കലും കുറ്റം പറയില്ല. അതുകൊണ്ട് ഈ ഒരു സംഘടനയ്ക്ക് ഞാൻ എല്ലാവിധ ഐശ്വര്യവും ഇത് മുന്നോട്ട് വളരെ ശക്തമായി നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അതാണ്
ഞാൻ പറഞ്ഞ അങ്ങനെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു പുരുഷന്മാർക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞു, പുരുഷന്മാർ 2, 3, 6 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് നോക്കിക്കഴിഞ്ഞാൽ കേസാണല്ലോ സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു പ്രതിമ കിടത്തിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ലേ, ശംഖുമുഖത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഞാൻ എന്റെ സെൻസ് പറഞ്ഞൊരു ഗാന്ധിജി അങ്ങനെയല്ലോ നടക്കാം. എന്ത് വർത്താനം ഇവിടെ, ഗാന്ധിജിക്ക് ഡ്രസ് ഇല്ലേ? ഗാന്ധി എന്നൊരു കാര്യം ചെയ്യാം, ആ പ്രതിമയുടെ പ്രതി പുരുഷന്മാരുടെ പ്രതിമ കൂടെ അങ്ങനെ വരച്ചിട്ട് കാണാൻ രസം ഉണ്ടാവുമല്ലോ. എന്താ ചെയ്യാത്ത? ചെയ്യൂ, അങ്ങനെ ചെയ്യൂ. ആ സ്ത്രീ കിടക്കുന്ന പോലെ തന്നെ ഒരു പുരുഷനെ കിടത്ത്. എന്തിനാ ഗാന്ധിജി പിടിക്കുന്നത്? എന്തിനാ? ഗാന്ധിജി നല്ല അന്തസ്സായിട്ട് ഡ്രസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അന്നത്തെ ഡ്രസ് എന്താണ്? അദ്ദേഹം തയ്ച്ചിട്ടിരിക്കുന്ന ഡ്രസ്സാണ്. തുണിയില്ലാതെ ഒരെണ്ണത്തിൽ പോലും ഗാന്ധിജി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം മാന്യമായിട്ട് അദ്ദേഹത്തിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സും അതേപോലെ പതച്ച് നടക്കുന്ന ഒരു ഗാന്ധിജിയാണ് എന്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നേ ഇല്ലല്ലോ. ഞാൻ അലങ്കരിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതൊരു ഇതിൽ പറഞ്ഞ ആ സെൻസിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുലിന് ഒരുപാട് നന്നായി സംസാരിക്കാൻ അറിയാം, എനിക്ക് ഇതുപോലെയുള്ള ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നത് തന്നെ. നിങ്ങളാണ് കൂടെ നിൽക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും ചേർന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എത്ര പ്രശ്നങ്ങൾ ഈ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അനുകൂലിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളെ എത്ര സ്ത്രീകൾ അനുകൂലിക്കുന്നുണ്ട്? സ്ത്രീകൾക്ക് എത്ര പേരുണ്ട്? ഞങ്ങൾക്ക് എത്ര പേര് ഞങ്ങളുടെ പുറകിൽ താങ്ങാനുണ്ട്? നിങ്ങൾക്ക് ആരുമില്ല, ഒരാളും ഇല്ല. ഞാൻ പറയുന്നു, ആരുമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ പറയുന്ന വ്യക്തിക്ക് ആർക്കെങ്കിലും ഒരു സംഭവം വരട്ടെ, നീറും കിടന്നിട്ട്. കാരണം ആ അമ്മ ഒരു സ്ത്രീയല്ലേ, എത്ര നാൾ വളർത്തിണ്ടാക്കിയത് നിങ്ങളൊക്കെ. ഭാര്യ, ഒരു വളർന്നു വരുന്നൊരു പെൺകുട്ടി, അവരൊക്കെ നിങ്ങളുടെ മുഖം കാണിച്ച് ഇങ്ങനെ മുഖം കാണിക്കുന്ന എന്തിനാ? എന്നാൽ രണ്ടുപേരും കാണിക്കേ. ഒരു കൊല്ലം ഒരുപാട് ഒരു സ്ഥലങ്ങളും മലേഷ്യയും സിംഗപ്പൂരും എല്ലായിടത്തും കിടന്ന് സുഖമായി എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പുരുഷനെ മാത്രം കാണിക്കുക, സ്ത്രീ അങ്ങ് മാറ്റുന്നത് ചെയ്യരുത്. സ്ത്രീയുടെ മുഖം വെച്ച് കീറി കാണിക്കണം, അതാ വേണ്ടത്. അപ്പൊ അല്ലെങ്കിൽ രണ്ടുപേരും കാണിക്കരുത്. കേസ് തീരുന്നവരെ നിങ്ങളെ കാണിക്കരുത്. ആണുങ്ങളെ എന്തിനു കാണിക്കണം? ഒരിക്കലും കാണിക്കാൻ പാടില്ല. നിങ്ങളിപ്പം തിരിച്ചു ചോദിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മാധ്യമങ്ങൾ നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു കേസ് തന്നെ ഒരു നിമിഷം മതി, ഇല്ലേ? ശരിയല്ലേ? അപ്പൊ അതിനെ നിങ്ങൾക്ക് പറയാൻ ഓടി വന്ന് സംസാരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി തന്നെയാണ് ഒരു വേദി. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എല്ലാവരും ശക്തമായ പിന്തുണ തന്നെ വേണം. ഗാന്ധിജിയുടെ മേലെ പാലഭിഷേകം ചെയ്യാന്നാണെങ്കിൽ ദൈവങ്ങൾക്ക് പാലഭിഷേകം ചെയ്യുന്നുണ്ട്. നമ്മൾ കള്ളലല്ലോ ഒഴിക്കാൻ പോകുന്നത്, പാലല്ലേ? പിന്നെ എന്തിനാ അതിനെ ധിക്കരിക്കാൻ നിൽക്കുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്ന വിജയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം, പാലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഒഴിച്ചു വെച്ചാൽ എന്തിനാ അതിനെ കുറ്റം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സെൻസ് എന്താണ്? തീർച്ചയായിട്ടും ഇവിടെ പ്രിയങ്ക പറഞ്ഞ കാര്യങ്ങൾ 100% യോജിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന കാര്യം പറഞ്ഞത് പ്രിയങ്കയോട് 100% യോജിപ്പാണ്. പക്ഷെ ചില കാര്യത്തിലെ ഒരു വിയോജിപ്പുണ്ട്. കാരണം ശംഖുമുഖത്തെ ആ ഒരു ശില്പത്തെ കുറിച്ച് പറഞ്ഞത് ശരിക്കും അത് യോജിക്കാൻ പറ്റില്ല. കാരണം അതൊരു ആർട്ടാണ്, ഒരു കലയാണ്. അത് പ്രശസ്തനായ കാനായി കുഞ്ഞിരാമന്റെ ഒരു ശില്പമാണ്. ആ ഒരു ശില്പത്തെ നമ്മൾ ആ രീതിയിൽ വേണം കാണാൻ, അല്ലാതെ അതിനെ ഒരു അവഹേളിക്കുന്ന രീതിയിൽ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രത്യേകിച്ചും പുരുഷ കമ്മീഷൻ വേണം, അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും, എല്ലാ സ്ത്രീകളും, ഒട്ടുമിക്ക സ്ത്രീകളും ഇതിനോട് യോജിപ്പുള്ളവർ തന്നെയാണ്. അതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് ഇവിടെ പ്രിയങ്ക പറഞ്ഞതെങ്കിൽ പോലും അതിനെ ആ രീതിയിൽ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു കല എന്ന് പറയുന്നത് ഇത് പണ്ട് കാലം മുതലേ ഇങ്ങനെയുള്ള ശില്പങ്ങൾ ഉണ്ട് നമ്മുടെ ചുറ്റും. ഇപ്പം ശരിക്കും ഇത് നമുക്ക് അത് അത്രയും അട്രാക്റ്റീവായി തോന്നിയത് തന്നെ ആളുടെ ആ ഒരു കഴിവാണ്, അല്ലെ? അത്രയും ഭംഗിയായിട്ട് അത് കൊത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മലമ്പുഴ യക്ഷിയെ കുറിച്ച് അത് ഇതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയൊരു ശില്പം അല്ലെങ്കിൽ കലാരൂപത്തെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിനോട് വിയോജിപ്പും ഉണ്ടാകാം. അപ്പൊ ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. ആ ഒരു ശില്പത്തെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അവർ ആ പ്രസ് മീറ്റിൽ അങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ ആ ഒരു ശില്പത്തെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, നമുക്ക് ഒരു പുരുഷ കമ്മീഷന് വേണം. ആ ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് എല്ലാവരും മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും ഇതിന്റെ ഈ ഒരു കമ്മീഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്ത രാഹുൽ ഈശ്വറിനെ പോലെയുള്ള എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് എന്ന് തന്നെ പറയാം.